ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഓറിയോ ഐസ്ക്രീമാണ്. ഇത് വെറും 3 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. 250 ml ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് വേണം ഇതെടുക്കാനുള്ളത് കേട്ടോ. ഒരു ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ബീറ്റായ ശേഷം ഞാനിവിടെ 200 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 10 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ക്രീമില്ലേ, ക്രീം നമ്മൾ ഇതിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കണം. നമ്മളിങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഇളകി വരും. കണ്ടോ, ക്രീം നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യത്തില്ല. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ഇളകി വരും. ബിസ്ക്കറ്റ് മാത്രമേ നമ്മൾ ഇതിലേക്ക് എടുക്കത്തുള്ളൂ. ഏകദേശം ഒരു 10 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. കൈകൊണ്ട് പൊടിച്ചെടുത്താലും മതി, അതല്ലെങ്കിൽ റോളർ പിന്ന് വെച്ചിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ കൈകൊണ്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ വേണം പൊടിച്ചെടുക്കാനുള്ളത്. ഈസി ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ ബിസ്ക്കറ്റ് എല്ലാം ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇട്ടിട്ട് എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി ഞാൻ ഈ ഐസ്ക്രീം ഒഴിച്ചു വയ്ക്കാൻ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഇതങ്ങ് കവർ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ മുകളിൽ ഐസ് പിടിക്കാതിരിക്കുവാനും പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുവാനുമാണ് നമ്മൾ ഇങ്ങനെ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്യുന്നത്. ഇനി ഈ കണ്ടെയ്നർ ക്ലോസ് ചെയ്ത ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് ഇത് സെറ്റാകുന്ന വരെ വെച്ച് കൊടുക്കാം. ഓവർനൈറ്റാണ് ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത്. ഇനി ഇത് രാവിലെ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് സെറ്റായിരിക്കുന്നതെന്ന്. കുറഞ്ഞത് നിങ്ങളൊരു 4-5 മണിക്കൂറെങ്കിലും ഇത് സെറ്റാവാനായിട്ട് ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഐസ്ക്രീമാണ്. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഈ പ്ലാസ്റ്റിക് റാപ്പ് ഇതിൽ നിന്ന് മാറ്റാം. ഇത് ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ നാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കണ്ടെയ്നറിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. നമുക്ക് സെർവ് ചെയ്യാനുള്ള ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇത് മാറ്റുവാണ്. ഇനി ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. ഞാനിത് സെൻറ്ററിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതൊരു 2-3 പീസാക്കി കട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൊണ്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇതുകൊണ്ട് ഇവിടുത്തെ ചൂട് കാരണം ഇത് പെട്ടെന്ന് മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. തണുപ്പ് കാരണം പറയാൻ പറ്റുന്നില്ല. നല്ല അടിപൊളി ഐസ്ക്രീമാണ് കേട്ടോ. വളരെ എളുപ്പമല്ലേ.
അപ്പം നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യൂ.